ഇന്ന് നമ്മൾ പോണത് കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി കേട്ടോ. അപ്പം നമ്മൾ വെളുപ്പിന് 4 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 5:10 കോട്ടയത്തു നിന്ന് ട്രെയിന് നേരെ കന്യാകുമാരിക്ക്. അപ്പോൾ ഒരു 7 മണിക്കൂർ യാത്രയുണ്ട് നമുക്ക്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ കാണാൻ കേട്ടോ. നമ്മൾ 5:10 ട്രെയിനിൽ കയറിയ സമയത്ത് നല്ല ഇരുട്ടാണല്ലോ. ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോൾ ഉള്ള കാഴ്ചകളാട്ടോ ഇത്. പക്ഷേ നമ്മൾ കൊല്ലം ആ സൈഡൊക്കെ എത്താറായപ്പോഴത്തേക്കുമാണ് നേരം വെളുത്ത് വന്നത്. ഇപ്പോൾ നമ്മൾ ഈ കടന്നു പോകുന്ന ഏരിയ മൺട്രോത്തുരുത്തിൻ്റെ ആ ഭാഗങ്ങളൊക്കെയാണ്. സൂര്യൻ ഉദിച്ച് വരുന്ന സമയം കൂടെ ആയതുകൊണ്ട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ട്രെയിനിലിരുന്നപ്പോൾ തന്നെ ഒരുപാട് നല്ല കാഴ്ചകൾ കിട്ടി. എന്നുവെച്ചാൽ ഈ സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത് ഈ ഒരു നല്ലൊരു വ്യൂ കിട്ടിയായിരുന്നു നമുക്ക്. ഇതെവിടെ സ്ഥലം? മൺട്രോത്തുരുത്താ. ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്. കൊല്ലം ജംഗ്ഷൻ എത്തി. അങ്ങനെ ഏകദേശം ഒരു പകുതി ദൂരം നമ്മൾ പിന്നിട്ടു കേട്ടോ. പിന്നെ ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്ത് സ്വസ്ഥമായിട്ട് പോകാൻ പറ്റും. നമ്മൾ ഉറക്കമൊന്നും ശരിയായില്ലായിരുന്നു. കാരണം തലേ ദിവസം നമുക്ക് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും ശരിയായില്ല. നമ്മൾ ബാക്കി ക്ഷീണമൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ട്രെയിനിലിരുന്നാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ട്രെയിനൊക്കെ എടുത്ത് കൊല്ലം നമ്മുടെ തിരുവനന്തപുരം ബോർഡറൊക്കെ എത്താറാകുമ്പോഴത്തേക്കും, അതായത് നമ്മുടെ തമിഴ്നാടുമായിട്ടുള്ള ബോർഡർ ഏരിയയിലേക്കൊക്കെ എത്താറാകുമ്പം ഉള്ള കാഴ്ചകളാട്ടോ ഇത്. അതായത് നല്ല പരന്നു കിടക്കുന്ന കൃഷിസ്ഥലവും അകലം മലനിരകളൊക്കെ ആയിട്ടൊരു നല്ല കാഴ്ചയുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ സൈഡിൽ നമുക്ക് ഈ കാഴ്ചകൾ കണ്ടിരിക്കാൻ തന്നെ ഒരു നല്ല രസമാട്ടോ. പക്ഷേ നമ്മൾ കൂടുതൽ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാത്തവർക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാനൊന്നും അധികം ട്രെയിൻ യാത്രകൾ അങ്ങനെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ട്രെയിനിൽ പോകാൻ നല്ല ഇഷ്ടമാണ്. ഇത് നമ്മുടെ ആ സ്ഥലങ്ങളിലെ കൃഷിയിടങ്ങളാട്ടോ. ഇങ്ങനെ നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി നെൽവയലും നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊരു തടാകവും കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഈ സ്ഥലം നമ്മളടുത്ത് നിൽക്കുന്ന യാത്രക്കാരോട് ചോദിച്ചിട്ടാട്ടോ ഈ സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. നാഗർകോവിൽ ആ ഒരു പ്രദേശമൊക്കെയാണ് ഇത്. എനിക്ക് തോന്നുന്നു ഈ സ്ഥലങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ സ്ഥലങ്ങളുടെ ഒരു വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പാലക്കാട്, നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ പാലക്കാട് ഇതുപോലത്തെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. അതിങ്ങനെ നെൽവയൽ പരന്ന് കിടക്കുന്നത്, എന്നിട്ട് അതിൻ്റെ അപ്പുറം മലനിരകൾ, അങ്ങനെയൊക്കെ ഒരു കാഴ്ച പാലക്കാട് അല്ലെങ്കിൽ തൃശ്ശൂർ ആ ഭാഗത്തിലൊക്കെ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ആ ഒരു സെയിം പോലത്തെ സ്ഥലങ്ങളാണ് ഇവിടെ. ഇച്ചിരിയും കൂടി വിസ്തൃതി ഇവിടെ കൂടുതലുണ്ട്. എന്നാലും ഏകദേശം അതുപോലത്തെ ഒക്കെ ഒരു സ്ഥലങ്ങളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 12:30 ആ ഒരു സമയമായപ്പോഴാണ് തോന്നുന്നു കേട്ടോ അവിടെ എത്തിയത്. 12:30 എന്തായാലും 12 മണിയായി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട്. അതായത് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ വഴിക്ക് നമ്മളൊരു ഹോട്ടലിൽ കയറി. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ട്രെയിനിൽ വെച്ച് നമ്മളൊന്നും അങ്ങനെ മേടിച്ച് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ പുറത്ത് ഇറങ്ങുമ്പോൾ കഴിക്കാമെന്നുള്ള രീതിയിൽ നമ്മളവിടെ നിന്ന് ഇറങ്ങി ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച്. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി ദൂരം നടക്കാനുണ്ട്. ഇവിടെ നമ്മൾ ട്രെയിനിൽ വെച്ച് നമ്മൾ ഒരുപാട് പേരെ കണ്ടു കേട്ടോ. അതായത് ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി വരുന്ന ഒരുപാട് സഞ്ചാരികളുണ്ടായിരുന്നു നമ്മൾ വന്ന ട്രെയിനിലായാലും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വന്നത് പൂനെ
കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് നമ്മൾ വന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സഞ്ചാരികളുണ്ടായിരുന്നു. കാരണം ഇതൊരു ഇന്ത്യയിലെ തന്നെ കടലിൻ്റെ മുകളിൽ കൂടെയുള്ള ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ചെയ്ത്. അപ്പോൾ ആ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോഴത്തെ ഒരു രീതിയിൽ ചെയ്യാൻ റീൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനും പിന്നെ അപ്ഡേറ്റായി നിൽക്കുന്ന സ്ഥലങ്ങളിലേക്കാണല്ലോ ഇപ്പോൾ കൂടുതൽ ഒരു സഞ്ചാരികളുടെ ഒഴുക്ക്. അതുകൊണ്ട് തന്നെ ഒരുപാട് മലയാളികൾ അധികം കണ്ടില്ല, പക്ഷേ ഒരുപാട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇതെല്ലാം ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി ഉള്ള തിരക്കുകളാട്ടോ. നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ യൂട്യൂബിൽ നമ്മളും കണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ക്യൂ ആണെന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. പിന്നെ ഇവിടെയൊക്കെ എപ്പോഴും വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ, നമ്മൾ കടലിൽ ഇറങ്ങുമ്പം പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ വിളിച്ചു പറയുന്നുണ്ട്. കാരണം മറ്റ് ബീച്ചുകളൊക്കെ അപേക്ഷിച്ച് ഇവിടെ കുറേ പാറക്കെട്ടുകളുണ്ട്. അപ്പോൾ ഈ ആളുകൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി, ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല, അകലെ ആൾക്കാർ നിന്നിടത്തൊക്കെ ഈ ചിലപ്പോൾ തിരമാല വരുമ്പം അവർക്ക് അവിടെ കാല് വഴുതി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എപ്പോഴും വിളിച്ചു പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മളവിടെ ബീച്ചിലേക്ക് വന്നു കഴിയുമ്പോഴുള്ള കാഴ്ചകളാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാങ്ങ കട്ട് ചെയ്ത് ഉപ്പിലിട്ടത്, പിന്നെ പൈനാപ്പിള്, പിന്നെ പാനിപ്പൂരി, അങ്ങനെയുള്ള കുറേ ഐറ്റംസ്. എന്ന് വെച്ചാൽ ഇവിടെ നമുക്കിതിങ്ങനെ ചുമ്മാ കണ്ട് നടക്കാൻ തന്നെ നല്ല രസമാണ്. പിന്നെ പൊതുവേ ഈ നമുക്ക് ടൂറിസ്റ്റ് ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ആളുകൾ തിങ്ങി നിറങ്ങി ഇങ്ങനെ സഞ്ചാരികൾ നടക്കുന്ന അങ്ങനെ ഒരു വൈബ് നല്ല രസമാണ്. ആ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അങ്ങനെ ഒരു വൈബ് ഉണ്ടെങ്കിലേ രസമുള്ളൂ. അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പാറക്കെട്ടിൽ ആളുകൾ നിൽക്കുന്ന ആ സംഭവം അതേ കാണുന്നത്. അപ്പോൾ അവിടെ നിൽക്കുമ്പം സൂക്ഷിച്ച് നിൽക്കണം. തിര വരുന്നുണ്ടോ, ആ തിര വന്ന് അടിച്ചതുണ്ടോ, അങ്ങനെ അടിക്കുമ്പോൾ അവിടെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീഴുമ്പോൾ തലയൊക്കെ അടിച്ചാൽ വീഴുന്നെങ്കിൽ ഒരു ഡാമേജ് സംഭവിക്കും. അതുകൊണ്ടാണ് അവിടെ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ എപ്പോഴും തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിവിടെ ഓരോ വിശേഷം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടോ. അതായത് നമ്മുടെ ആ കാണുന്ന പ്രതിമ എന്ന് പറയുന്നത് തിരുവള്ളുവർ എന്ന് പറഞ്ഞ തമിഴ് സാഹിത്യത്തിലെ ഒരു ഇതിഹാസത്തിൻ്റെ പ്രതിമയാണ് വെച്ചിരിക്കുന്നത്. അവിടുന്ന് അപ്പുറത്തേക്കുള്ളത് 2 പാറക്കെട്ടുകളുണ്ട് അവിടെ. അതിൽ ഒരെണ്ണം ഉയർന്നു നിൽക്കുന്ന പ്രതിമ എന്ന് പറയുന്നത് തിരുവള്ളുവർ എന്ന് പറഞ്ഞ തമിഴ് സാഹിത്യത്തിലെ ഒരു ഇതിഹാസത്തിൻ്റെ പ്രതിമയാണ്. പിന്നെ അപ്പുറ സൈഡിൽ എന്ന് പറയുന്നത് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ ധ്യാനത്തിലിരുന്നു, അങ്ങനെ എന്തോ ഒരു ഹിസ്റ്ററി ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിൻ്റെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഈ ഇപ്പുറത്തെ പാറക്കെട്ടിൽ, അതായത് തിരുവള്ളുവരുടെ പ്രതിമ ഇരിക്കണം പാറക്കെട്ടിലേക്കാണ് നമ്മുടെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് വെച്ചേക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്കത് കാണാം. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ ഈ പൊട്ട് പോലെ ആളുകൾ ഇങ്ങനെ അതിൻ്റെ മേളിൽ കൂടി നിൽക്കുന്നത് കാണാം. ഇത് ഏകദേശം ഇവിടുന്ന് എനിക്ക് തോന്നുന്നത് ഒരു 2 കിലോമീറ്റർ കടലിൽ കൂടി നമ്മൾ സഞ്ചരിക്കണം കേട്ടോ, ആ ചെറിയൊരു ദ്വീപ് പോലെ ഉള്ളിടത്തേക്ക് എത്താൻ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആൾക്കാർ അതിൻ്റെ മേളിൽ കൂടി നടക്കണമൊക്കെ ഇങ്ങനെ ചെറിയ പൊട്ട് പോലെ കാണാൻ പറ്റും. ഇവിടെ പിന്നെ നമുക്ക് ഒരുപാട് തീർത്ഥാടകരെ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ കേരളത്തിലൊക്കെ നമ്മുടെ ശബരിമല സീസണിലൊക്കെ കാണുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഡ്രസ്സിങ്ങിലൊക്കെ ഉള്ള ഒരുപാട് ഭക്തരെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഭക്തജനങ്ങളുടെ തിരക്കും പിന്നെ ഈ പറയുന്ന ടൂറിസ്റ്റുകളുടെ തിരക്കും കൂടിയൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക്. പിന്നെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് നടന്നു പോകുമ്പോൾ അത്യാവശ്യം നല്ല നടന്നു പോകാനുണ്ട്, കുറേ ദൂരത്തേക്ക് നടന്നു പോകാനുണ്ട്. ഇവിടെയൊക്കെ ഓരോ നിർമ്മിതികളുണ്ട്, അതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് നമുക്ക് കറക്റ്റ് അറിയില്ല. ഇതൊക്കെ ഓരോ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണെന്ന് തോന്നുന്നതൊക്കെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നല്ല വെയിലാട്ടോ. നല്ല വെയിലാണെങ്കിലും പക്ഷേ നമ്മൾ ഈ കടൽ തീരത്തിൻ്റെ ഏരിയ ആയതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യത്തില്ല. കാരണം നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ എപ്പോഴും ബോഡി ഒന്ന് കൂളായി തന്നെ നിന്നോളൂ. വെയിലടിക്കുന്ന ആ ഒരു നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മളതിൻ്റെ സൈഡിലൊന്ന് പോയി നോക്കിയത് കണ്ടോ, ഇവിടെ നിന്നൊക്കെ നിന്ന് കഴിയുമ്പോൾ നല്ല വ്യൂ ആണ് കിട്ടുന്നത്. ഉണ്ടോ, അവിടെ ആ അകലെ കാണുന്ന സംഭവമില്ല, അവിടെ നിന്നാണ് നമുക്ക് ഈ പറയുന്ന ഫെറി സർവീസ്, അതായത് അപ്പുറത്തേക്കുള്ള ബോട്ട് സർവീസ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇവിടുന്ന് കറങ്ങി കുറേ ദൂരം അങ്ങോട്ട് നടന്ന് എല്ലാം ഉണ്ട്. ആ ഇടയ്ക്കൊരു ബോട്ട് നിൽക്കുന്നുണ്ടോ, ആ ബോട്ടിൽ ആണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്. നമ്മൾ ചെന്നപ്പോൾ ഒരു 3 ബോട്ട് സർവീസ് നടത്തുന്നുണ്ട്. അതായത് ഒരു ബോട്ടിൽ എനിക്ക് തോന്നുന്ന ഒരു 100 പേരെടുത്ത് ഒരു ട്രിപ്പിൽ പോകും ആ ഒരു ബോട്ടിൽ. അങ്ങനെ 100 പേര് വെച്ചാണ് സർവീസ് നടത്തുന്നത്. ഇത് നമുക്ക് ആദ്യം വഴിതെറ്റി വന്നാട്ടോ. അതായത് നമ്മൾ ഈ ക്യൂവിൽ നിന്ന് അങ്ങ് പോകുമ്പം നമുക്ക് അങ്ങോട്ട് പോകാനും തിരിച്ച് എക്സിറ്റ് അടിച്ച് വരാനും 2 വഴിയാണ് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്.
ഈ അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്ന കണ്ടില്ലേ, ഇതെല്ലാം നമുക്ക് അവിടെ അതായത് അപ്പുറം ആ സ്മാരകമൊക്കെ സന്ദർശിച്ചിട്ട് വരുമ്പം തിരിച്ചിറങ്ങി വരാനുള്ള വഴിയാണ്. അപ്പോൾ പിന്നെ അവിടുന്ന് അവരതൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളവിടുന്ന് നേരെ അതിൻ്റെ ക്യൂ കറക്റ്റായിട്ട് നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അവിടെ വന്നപ്പോൾ ഉള്ള തിരക്കായി കാണുന്നത് കണ്ടോ, അവിടെ സൂചി കുത്താൻ സ്ഥലമില്ലാത്തപോലെ തിരക്കാണ്. ഇവിടെയൊക്കെ നിന്ന് നമ്മൾ കുറച്ചും കൂടി അങ്ങ് മുമ്പോട്ട് ചെന്നപ്പോൾ ഇവിടെ ഒരു പൊതുവെ ഒരു മാർക്കറ്റും കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തിരക്കും കൂടി ഉണ്ട് കേട്ടോ. പക്ഷേ കുറച്ചും കൂടി അങ്ങ് ഫ്രണ്ടിലോട്ട് ചെന്നപ്പോൾ ഈ കാണുന്ന ഇതെല്ലാം ക്യൂ ആണ്. അപ്പോൾ നമ്മളും ആ പയ്യെ ക്യൂവിൽ കയറി നിന്നു. പിന്നെ 2 ക്യൂ ഉണ്ട് കേട്ടോ. അത് ഒരെണ്ണം എന്ന് പറയുന്നത് 75 രൂപയുടെ ഒരു നോർമലായിട്ടുള്ള ചാർജും സ്പെഷ്യൽ ചാർജ് എന്നും പറഞ്ഞുകൊണ്ട് 300 രൂപയുടെ ഒരു ക്യൂവും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 300 രൂപയുടെ ക്യൂവിൽ നമുക്ക് ഇച്ചിരി കൂടി പെട്ടെന്ന് അത് പാസ് ചെയ്ത് പോകും. മറ്റേ 75 രൂപയുടെ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമുക്കിത് ഇന്ന് തന്നെ കണ്ടിട്ട് തിരിച്ചു പോകേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ 300-ൻ്റെ ടിക്കറ്റ് എടുത്തത്. ഞാൻ നേരത്തെ ഈ 2 ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വലത് സൈഡിലുള്ള ക്യൂവിലാണ് നിൽക്കുന്നത്. അത് ഈ 300 രൂപയുടെ ടിക്കറ്റ്. അപ്പുറ സൈഡിലൊരു ക്യൂ ഉണ്ടോ, കുറച്ച് ആൾക്കാർ കുട്ടികളൊക്കെ വെച്ച് നിൽക്കണ ആ ഒരു ഇതുണ്ടോ. അപ്പോൾ ആ സൈഡിൽ നിൽക്കുന്നതല്ല 75 രൂപയുടെ ക്യൂ ആണ്. അപ്പോൾ അതിൽ നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഒരു സിസ്റ്റമാണെന്ന് തോന്നുന്നു. അതായത് അവിടെ ഉള്ളവർക്ക് അത് മതിയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അധികം ദൂരം പോകണ്ടല്ലോ, തമിഴ്നാട്ടിൽ തന്നെ ആ ഏരിയയിലുള്ളവർക്ക് ആ ടിക്കറ്റ് എടുത്താലും നമുക്ക് വൈകുന്നേരം കണ്ടിട്ട് തിരിച്ചു പോയാൽ. പക്ഷേ നമ്മൾ ഈ ലോങ്ങിൽ നിന്ന് അത്യാവശ്യം ദൂരത്തു നിന്ന് വരുന്നവർക്ക് ആ ടിക്കറ്റ് നമുക്ക് പറ്റത്തില്ല. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മളവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. കാരണം ലാസ്റ്റ് ട്രെയിൻ എനിക്ക് തോന്നുന്നത് 5:30 കണ്ടാണ് കന്യാകുമാരി നമുക്ക് കോട്ടയം സൈഡിലേക്ക് ട്രെയിൻ ഉള്ളത്. അപ്പം അങ്ങനെ ഇച്ചിരി അകലിൽ നിന്ന് വരുന്നവരൊക്കെ ഈ 300-ൻ്റെ ടിക്കറ്റ് എടുക്കുമായിരിക്കും നല്ലത്. കാരണം അവർക്ക് ഇച്ചിരിയും കൂടി സമയം ലാഭിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ പ്ലാൻ ചെയ്ത് ഒരു സ്റ്റേ ഒക്കെ ചെയ്ത് പിറ്റേ ദിവസം പോയാൽ മതി എന്നൊക്കെ ഉള്ളവർക്ക് 75-ൻ്റെ ടിക്കറ്റ് ആയിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ക്യൂ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് വന്നു കേട്ടോ. അതായത് ഇപ്പം ഞാൻ ആ ബാക്കിലേക്ക് കാണിച്ചപ്പോൾ കുറച്ച് സ്ഥലം കിടന്നില്ലേ, അതായത് ബ്ലാങ്കായിട്ട് കിടന്നില്ലേ. അപ്പോൾ അവിടെ അവരൊരു 2 പേര് നിൽക്കുന്നുണ്ട്. അവർ കൃത്യം 100 പേരെ എണ്ണി തിട്ടപ്പെടുത്തി കടത്തി വിടും. അപ്പോൾ ആ 100 പേര്, അത് ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞായിരുന്നു, 100 പേര് 100 പേര് വെച്ചാണ് ആ ബോട്ടിൽ പോകുന്നതെന്ന്. അപ്പോൾ നമുക്കിവിടെ വന്നപ്പോഴത് മനസ്സിലായത് 100 പേര് ആണ് ഒരു ഗ്രൂപ്പായിട്ട് അവർ പരിഗണിച്ച് കടത്തി വിടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ആ ബോട്ടിങ്ങിൻ്റെ സ്പോട്ടിലെത്തി കേട്ടോ. ഇവിടെ 2 ബോട്ടൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല കാഴ്ചകളുണ്ട്. അപ്പുറത്തേക്ക് ഇട സൈഡിലേക്ക് നോക്കി കഴിയുമ്പം കന്യാകുമാരി ടൗണിൻ്റെ ഏരിയയായ, പിന്നെ അവിടെ ഒരു പള്ളി, അങ്ങനെയൊക്കെ കാണാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ കാറ്റുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കാലാവസ്ഥ പിടിച്ചു നിൽക്കുന്നത്. കാരണം നല്ല വെയിലാണ്. ഇത് കണ്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തി കേട്ടോ, കറക്റ്റ് സ്പോട്ടിലെത്തി. നമ്മുടെ തൊട്ട് മുമ്പിലുള്ള ആ ഗ്രൂപ്പും കൂടി അതിൽ കയറി പോയി കഴിഞ്ഞാൽ അടുത്ത ബോട്ടിൽ നമുക്ക് കയറി പോകാം. ഞാൻ പറഞ്ഞില്ല എക്സിറ്റിന് വേറൊരു വഴി കൊടുത്തു എന്ന് ഞാൻ കുറച്ചും പറഞ്ഞില്ലായിരുന്നു. അതാണ് ഇവിടെ കാണുന്നത് കേട്ടോ, ആ എക്സിറ്റിന് എഴുതിയേക്കുന്നത്. ഇതുണ്ട്, ഇതിലേ കയറിയാണ് നമ്മൾ റിട്ടേൺ തിരിച്ചു പോകേണ്ടത്. അങ്ങനെ നമ്മുടെ ബോട്ട് വന്ന് നമ്മളതിൽ കയറി കേട്ടോ. നമ്മൾ ഏകദേശം 100 പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ ബോട്ടിലിറങ്ങുന്ന സ്ഥലത്തൊരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കൊണ്ട് എല്ലാവരും ഇറങ്ങി വരുന്നവർ ഇടും. അപ്പോൾ നമ്മൾ കയറാനുള്ളവർ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടാണ് ബോട്ടിൽ കയറുന്നത്. അപ്പം സുരക്ഷാ സജ്ജീകരണങ്ങളൊക്കെ കറക്റ്റായിട്ട് പാലിച്ചു തന്നെ ആട്ടോ ഇവിടുത്തെ ടൂറിസത്തിൻ്റെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകണം. കാരണം നമ്മൾ ഈ അടുത്തിടെ എങ്ങാണ്ടും മുംബൈയിലോ അവിടെ എങ്ങാണ്ടൊക്കെ ഒരു ബോട്ട് അപകടമൊക്കെ നടന്നപ്പോഴും ഇങ്ങനെ വാർത്തകളൊക്കെ കണ്ടായിരുന്നു. എല്ലാവർക്കും സുരക്ഷാ ജാക്കറ്റൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ എല്ലാം അതൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ റൂൾ അനുസരിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും. കാരണം ആവശ്യത്തിലധികം ജാക്കറ്റുകൾ അവിടെ ഉണ്ട്. നമുക്ക് പിന്നെ ആൾക്കാർ തിക്കും തിരക്കും കൂട്ടുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ് കാര്യങ്ങളൊക്കെ പാലിച്ച് തന്നെ ആട്ടോ ഇവിടുത്തെ ടൂറിസം വകുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പോകണം. നമുക്കിവിടെ ഈ ബോട്ടിൽ വരുമ്പോൾ ഒരു ചെറിയ അഡ്വഞ്ചറുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഈ തിരമാലകൾ ചിലപ്പോൾ ശക്തി കൂടിയ തിരമാലകൾ വരും. അപ്പം ബോട്ട് ഇച്ചിരി ഒന്ന് ഒലയും. അത് നമുക്ക് ചെറുതായിട്ട് ചിലർക്കൊക്കെ ഇച്ചിരി പേടിയാവും. എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു. കാരണം ചിലപ്പോൾ ഇങ്ങനെ ഇച്ചിരി അധികം ചെരിയും. ഇത് അവിടുന്ന് റിട്ടേൺ വരുന്ന ഒരു ബോട്ടാട്ടോ ആ സൈഡിൽ കാണുന്നത്. അത് അവിടെ സന്ദർശിച്ചിട്ട് തിരിച്ച് അവരെ കൊണ്ടുവരുന്ന ബോട്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ പറയാം തിരകൾക്കൊക്കെ അത്യാവശ്യം നല്ല ഒരു
ശക്തി കൂടിയ തിരകളല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ബോട്ടിന് ചെറിയൊരു ഒലച്ചിൽ. അങ്ങനെ നമ്മളൊരു 10-15 മിനിറ്റ് എടുക്കുള്ളൂ എന്ന് തോന്നുന്നു. അവിടെ നമ്മളിപ്പറ സൈഡിലെത്തി കേട്ടോ. ഇപ്പോൾ ഇത് ഇട സൈഡിൽ കാണുന്നത് തിരിച്ച് റിട്ടേൺ പോകാനുള്ള ക്യൂ ആണ്. ഇതൊക്കെ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഏരിയ നമുക്ക് കാണാനുണ്ട്. ഇവിടെ വന്നിട്ട് തിരിച്ച് നമ്മൾ ആ വന്ന സ്ഥലത്തേക്കുള്ള വ്യൂ പോയിൻ്റൊക്കെ കണ്ടോ. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ടിക്കറ്റും കൂടി ഉണ്ട്. 30 രൂപയുടെ ഒരു ടിക്കറ്റും കൂടി നമ്മളിവിടെ എടുക്കണം. അവിടെ മാത്രമല്ല, ഇവിടെ വരുമ്പോഴും ടിക്കറ്റുണ്ട്. പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിയുമ്പം ആ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് അകത്ത് നമുക്ക് ചെരുപ്പ് ഊരിടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല അകത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ സ്ഥലങ്ങളും കാര്യങ്ങളും കണ്ടില്ലേ. തിരിച്ച് റിട്ടേൺ പോകാനുള്ളവരുടെ ക്യൂ തന്നെ കണ്ടില്ലേ. പിന്നെ റിട്ടേൺ നമ്മൾ പോകുമ്പോൾ ഒറ്റ ക്യൂ ഉള്ളേ. മറ്റേ ആ ഒരു പരിഗണന പിന്നെ നമുക്കില്ല. 300 ടിക്കറ്റ് എന്നുള്ള ആ പരിഗണന പിന്നെ തിരിച്ച് റിട്ടേൺ പോകുമ്പോൾ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ എല്ലാവരും ഒരേ ക്യൂവിൽ തന്നെ നിൽക്കേണ്ടി വരും. ഇവിടെ നമ്മൾ ചെരുപ്പ് സൂക്ഷിക്കുന്നിടത്ത് 2 രീതിയിലുണ്ട്. ഒന്ന് നമുക്ക് അവരെ അത് ഏൽപ്പിച്ച് ഉള്ള രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം റിസ്കിൽ ഈ വല സൈഡിൽ കാണുന്ന സ്ഥലം നമ്മുടെ സ്വന്തം റിസ്കിൽ നമുക്ക് ചെരുപ്പിട്ടിട്ട് പോകാം. മറ്റേ അവിടെ ആണെങ്കിൽ അവർ കറക്റ്റ് അതിൻ്റെ ടോക്കണോ കാര്യങ്ങളൊക്കെ തന്നിട്ട് നമ്മുടെ ഇത് കറക്റ്റായിട്ട് അവർ തന്നെ കീപ്പ് ചെയ്തോളും. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് ഇടുന്നിടത്തിട്ടിട്ട് പോവുകയായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ വീഡിയോയിൽ തന്നെ ഈ ബാക്കി ഇവിടുത്തെ സംസാരവും കാര്യങ്ങളും കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരുപാട് അതായത് നോർത്തിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ നോക്കുമ്പോൾ ഉള്ള വ്യൂസാട്ടോ കാണുന്നത്. നമ്മുടെ ഈ തിരിച്ച് റിട്ടേൺ പോകുന്ന ബോട്ട് ഇച്ചിരി വലത്തോട്ട് ഉള്ളിലേക്ക് പോയിട്ട് അവിടുന്ന് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഒരു ബോട്ട് വരുന്നവരെ ഇച്ചിരി സൈഡിൽ വെയിറ്റ് ചെയ്യും. ഈ റിട്ടേൺ പോകുന്ന ബോട്ട് മാത്രം നമ്മളവിടെ നിന്ന് കണ്ടപ്പോൾ ഒരു ശ്രദ്ധിച്ച കാര്യമാണ്. അപ്പോൾ അതവിടെ പോയി കുറച്ച് നേരം എൻജിൻ ഓഫ് ചെയ്ത് നിന്നിട്ടാണ് അവിടുന്ന് ആ ബോട്ട് കടന്നു വരുമ്പോഴേ പിന്നെ തിരിച്ചു പോകുന്നത്. ഇതിവിടുത്തെ അമ്പലവും കാര്യങ്ങളൊക്കെയാണ്. അതായത് അപ്പുറം കാണുന്നത് മറ്റേ തിരുവള്ളുവർ എന്ന് പറഞ്ഞ പ്രതിമ. അതിൻ്റെ തൊട്ട് സൈഡിൽ കണ്ടോ, അതാ ഗ്ലാസ് ബ്രിഡ്ജ്. അത് കാണാനാണ് നമ്മൾ മെയിനായിട്ടും ഈ യാത്രയിൽ വന്നത് തന്നെ. ഇത് അമ്പലം. ഇത് സ്വാമി വിവേകാനന്ദൻ എന്തോ ധ്യാനത്തിലിരുന്നു അങ്ങനെ എന്തോ ഒരു ഐതിഹ്യമുള്ള അമ്പലമാണ്. പിന്നെ ഇവിടെ കയറിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമ്മൾ അകലെ നിന്ന് കാണുന്ന പോലെയല്ല, ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരുപാട് ഏരിയ ഉണ്ട്. പിന്നെ എല്ലാം നല്ല വൃത്തിയിൽ മാർബിളൊക്കെ പാകി നല്ല നീറ്റായിട്ടാണ് ഇവിടെ എല്ലാം പരിപാലിച്ച് പോരുന്നത്. ഉണ്ടോ, അത് ചെരുപ്പൊക്കെ ഉപയോഗിക്കാതെ നമ്മൾ വരുന്നതിൻ്റെ ഒരു ഗുണം ഇവിടെ കാണുന്നുണ്ട്. നല്ല വൃത്തിയുണ്ട് ഇവിടെ എല്ലാം. പിന്നെ ഇവിടെ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് പണികളായിട്ടില്ല എന്ന് തോന്നുന്നു. എന്തൊക്കെയോ പുതിയ പുതിയ സംവിധാനങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആളുകൾ ആ കൽമണ്ഡപത്തിൻ്റെ അവിടെ ആളുകൾ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ലൈറ്റിൻ്റെ സംഭവങ്ങളൊക്കെ കാണുന്നില്ല. അത് രാത്രിയിൽ ഇവിടെ ലൈറ്റ് ഷോ ഉണ്ട് കേട്ടോ. ഈ നമ്മുടെ പാലം നിർമ്മിച്ചതിനെ പ്രമാണിച്ച് അതിൻ്റെ എന്തോ ലൈറ്റ് ഷോ ഒക്കെ രാത്രിയിലുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലും കൂടി ടൂറിസ്റ്റുകൾ ഒരുപാട് എത്തുന്നുണ്ട് ഇങ്ങോട്ട്. ഇവിടെ ഈ കൽമണ്ഡപത്തിലൊക്കെ ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാം. പിന്നെ ആളുകളെല്ലാം വരുമ്പോൾ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് എല്ലാവരും അതിലേക്ക് ആ ഒരു കാഴ്ചയാണ് എല്ലാവരും പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനായാലും ആദ്യമായിട്ടാണ് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വരുന്നത്. നമ്മുടെ വാഗമണ്ണിലുണ്ട്, എന്നാലും അവിടെ ഇതുവരെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു ഇവിടെ നിർമ്മാണങ്ങൾ എന്തോ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് എത്തി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു സെറ്റിങ്സ് മനസ്സിലായത്. അതായത് നമ്മൾ അകലേന്ന് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മളിങ്ങനെ ഫുള്ളായിരിക്കും ഗ്ലാസ് എന്നാണ്. പക്ഷേ ഫുള്ളല്ല. ഇതൊരു നമ്മൾ നെറ്റിൽ കണ്ടത് ഒരു 70 മീറ്റർ നീളവും 10 മീറ്റർ വീതിയാണ് ഈ പാലത്തിന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ സെൻറ്ററിലാണ് ഈ ഗ്ലാസ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതുണ്ടോ, ഇത് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥന് നമ്മുടെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇതൊരു 6 ലെയറിൻ്റെ ഗ്ലാസ്സാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ നിന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കടൽ കണ്ടോ, നമ്മുടെ താഴെ കടലാണ്, നല്ല വൃത്തിയായിട്ട് കാണാം. ചെറിയൊരു പേടി വരും, എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്ക് കയറിയെങ്കിലും പിന്നെ സൈഡിലൊക്കെ നിന്നാണ് ഞാൻ, കാരണം നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടണമല്ലോ, അതിന് വേണ്ടി പിന്നെ ഈ സൈഡിൽ കൂടി നടന്നാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇതെന്തായാലും നല്ല അടിപൊളിയാണ് കേട്ടോ, ഗ്ലാസ് ബ്രിഡ്ജ് എന്തായാലും നല്ല സൂപ്പറാണ്. അടിയിൽ പാറക്കെട്ടുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാം. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പിന്നെ പോകേണ്ടത് ആ തിരുവള്ളുവർ പ്രതിമയുടെ അങ്ങോട്ടാണ്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ അകലെ നിന്ന് നോക്കുമ്പം കാണുന്നതല്ല, ഇവിടെ വരുമ്പോൾ അതിന് നല്ല വലിപ്പമാണ്. എനിക്ക് തോന്നുന്നു എത്രയോ അതിൻ്റെ ആ ഒരു അളവ് ഞാൻ മറന്നുപോയി, 40 അടിയോ അങ്ങനെ എന്തോ എന്ന് തോന്നുന്നു, 40 അടിയോ 39 അങ്ങനെ എന്തോ ഉയരം ഉണ്ടായിരുന്നു. കണ്ടോ, അതിൻ്റെ ആ വക്കത്ത് കൂടെയൊക്കെ ആൾക്കാർ, അതിൻ്റെ ആ ഒരു ബേസായിട്ടുള്ള സ്ഥലമുണ്ടല്ലോ, അവിടെ നമുക്ക് സൈഡിൽ നിന്ന് കാഴ്ചകൾ കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവിടെ നമ്മൾ ഇക്കരയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ഹൈറ്റിൽ നിന്നിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കിട്ടണമെങ്കിൽ ഈ പറയുന്ന തിരുവള്ളുവർ എന്ന് പറഞ്ഞ ആ പ്രതിമയുടെ ആ കാൽപാദങ്ങളൊക്കെ ഉള്ള ആ ബേസിൻ്റെ ആ സ്ഥലത്തോട്ട് ഇങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 5 നില കെട്ടിടത്തിൻ്റെ വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു, അവിടം വരെ എത്താൻ തന്നെ. നമുക്കവിടെ താഴെ വഴിയുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ കിട്ടിയതെല്ലാം ആ ഒരു സ്ഥലത്ത് നിന്നിട്ട് നോക്കുമ്പോഴാണ്. കാരണം നമുക്ക് കടൽ ഇച്ചിരിയും കൂടി വിസ്തൃതിയായിട്ട് കാണാൻ പറ്റും അവിടെ നിൽക്കുമ്പോഴേ. അപ്പോൾ നമ്മൾ നേരത്തെ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, 2004 ഇവിടെ നമ്മുടെ കേരളം മൊത്തത്തിൽ ഇന്തോനേഷ്യ ഉണ്ടായ സുനാമി ഉണ്ടല്ലോ, ആ സുനാമി സമയത്ത് ഇവിടെ അതിൻ്റെ ബാധിച്ച ഒരു ഏരിയയാണ് കന്യാകുമാരിയൊക്കെ. നമ്മുടെ കേരളത്തിലായാലും തിരുവനന്തപുരം, കൊല്ലം ആ സൈഡൊക്കെ ബാധിച്ച പോലെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തിരകൾ വന്ന ഒരു സ്ഥലമാണ് ഇവിടെ. എന്നാലും ഇവിടെയൊക്കെ നിന്നിട്ടുള്ള വ്യൂ എല്ലാം നല്ല അടിപൊളിയാട്ടോ. ഇവിടുത്തെ അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ തിരമാലകൾക്ക് നല്ല ശക്തിയുണ്ട്. ഇത് അവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, നല്ല വലിയ തിരമാലകൾ തന്നെ ഇവിടെ വീശി അടിക്കുന്നത്. കണ്ടോ, ഇത് കണ്ടോ. അപ്പോൾ എന്നായാലും അവർ ഈ വിളിച്ചു പറയുന്നതിൻ്റെ കാര്യം അതാണ്, ആ തിരയിലൊക്കെ നമ്മൾ അപകടം വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ ഉള്ള റിസ്കിൻ്റെ കാര്യമാണ്. അവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അവിടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ആൾക്കാർ ഇറങ്ങി നിൽക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മളീ പറഞ്ഞ നേരെ തിരുവള്ളുവർ പ്രതിമ കാണാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഭാഗമാണിത്. ഇവിടെ നമ്മളിങ്ങനെ കയറി പോകുമ്പം ഓരോ നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അവിടെ പോകുമ്പോൾ ഓരോ ജനലുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വ്യൂ കാണാൻ വേണ്ടി എടുത്തതാണ്. നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികളെ സൂക്ഷിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ നിർമ്മാണം ഈ സൈഡിൽ ചിലപ്പം പൊക്കം കുറഞ്ഞ രീതിയിൽ കണ്ടോ, ഇങ്ങനെ ഈ കല്ലിങ്ങനെ ഉന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് തലയിടിക്കാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഇട സൈഡിൽ കണ്ടോ. അപ്പോൾ അവിടെ നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ തലയിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ അത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇത്രയും ചൂടത്ത് നിന്നിട്ട് ഇത് ഫുള്ള് കല്ലും കൊണ്ടാട്ടോ പണിതേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു AC കകത്ത് കയറിയ പോലെ നല്ലൊരു തണുപ്പുണ്ട്. അപ്പോൾ അങ്ങനെയും കുറച്ച് റെസ്റ്റ് നമുക്കിവിടെ കിട്ടും ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. ഇതിങ്ങനെ ഒരു 3-4 റൗണ്ട് നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞും കയറി പോകണം കേട്ടോ. ഇച്ചിരി സ്റ്റെപ്പ് കയറാനുണ്ട്. കയറിയിട്ട് വേണം നമ്മുടെ മുകളിലുള്ള ആ വ്യൂ പോയിൻ്റ് സെറ്റ് ചെയ്തോടത്തേക്ക് പോകാൻ വേണ്ടി. ഇതങ്ങനെ നമ്മൾ അതിൻ്റെ ടോപ്പ് എത്തി. ഉണ്ട് ഇവിടെ അടിക്കുന്ന കാറ്റ് നോക്കിയാൽ അവിടെ താഴെ തന്നെ നല്ല കാറ്റുണ്ട്, അതിൻ്റെ കുറച്ച് നല്ല രീതിയിൽ ഇരട്ടി രീതിയിലുള്ള കാറ്റാണ് ഇവിടെ. കണ്ടോ ഇവിടെ നിന്നിട്ടുള്ള വ്യൂ കണ്ടോ. ഇവിടെ നിന്നിട്ട് ആൾക്കാർ കൂടുതൽ ഫോട്ടോ എടുക്കാം. നമ്മുടെ അവിടുത്തെ അപ്പുറ പാറയിലുള്ള ടെമ്പിളിൻ്റെ ബാക്ക്ഗ്രൗണ്ടാക്കി ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ തിരക്കുകൾ ഇവിടെ ഉണ്ട്. ഞാൻ താഴെ ആ ബ്രിഡ്ജിൻ്റെ അവിടെ വെച്ച് പറഞ്ഞില്ലേ, എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് അതാട്ടോ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്കത് കന്യാകുമാരി ടൗണ് ഫുള്ള് കാണാം. പിന്നെ ഫെറി സർവീസ്, അതായത് നമ്മൾ വന്ന ബോട്ടിൻ്റെ സർവീസിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ കാണാം.
പിന്നെ ഈ വലസൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സമുദ്രം ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളം കിടക്കണതാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ തിരുവള്ളുവർ പ്രതിമ ഇത്ര അടുത്തും കാണാം. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യൂ പോയിൻ്റ് ഈ ഒരു ഏരിയ ആണ്. ഇവിടെ നോക്കുമ്പോൾ ആ തിരമാല നമുക്കിങ്ങനെ ഉണ്ടാവും വീശി അടിച്ച് നല്ല എന്തോരം വലിയ തിരമാലയാണ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ നിൽക്കുമ്പോഴുള്ള കാറ്റിൻ്റെ സൗണ്ട് കണ്ടോ, നല്ല കാറ്റുണ്ട്. ഇവിടെ ഈ ചെറിയ തൊട്ട് താഴെ ഈ ലൈറ്റിൻ്റെ ഈ മാല ബൾബ് പോലെയൊക്കെ കാണുന്ന അത് ഈ രാത്രിയിൽ ഈ പറയുന്ന ലൈറ്റ് ഷോയുടെ ഭാഗമായിട്ട് വെച്ചേക്കുന്ന കേട്ടോ. അതും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയായിരിക്കും. നമ്മൾ നെറ്റിലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളെന്തായാലും അത് കാണാനൊന്നും നിൽക്കുന്നില്ല. നമുക്കൊരു 6 മണിക്കുള്ളിൽ ഉള്ള ട്രെയിനിന് തിരിച്ച് പോകണം. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരമൊക്കെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ നേരെ ഈ പ്രതിമയുടെ ഫ്രണ്ട് സൈഡ് കാണാൻ വേണ്ടി വന്ന നമ്മൾ ഓരോ ഏരിയയിലോട്ട് വരുമ്പോഴും അതിൻ്റെ വക്കത്ത് നിന്നിട്ടുള്ള ഒരു കടലിൻ്റെ ഒരു ഭംഗി കാണാൻ വേണ്ടി ആട്ടോ ഇങ്ങനെ എടുക്കുന്നത്. ഇവിടെ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്കും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. പ്രതിമയുടെ കാര്യങ്ങൾ ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടുള്ള തിരക്കുകളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിമയുടെ വിരലിൻ്റെ വലിപ്പം പോലും നമുക്കില്ല കേട്ടോ. ഇവിടെ വരുമ്പോൾ അതിന് മനസ്സിലാകുന്നു. അത്യാവശ്യം ഹൈറ്റിലായിരുന്നു നിൽക്കുന്നത്. അതായത് നമ്മുടെ പ്രതിമയുടെ ബേസ് ആയിട്ടുള്ള സ്ഥലം, നമ്മൾ നിൽക്കുന്ന സ്ഥലം തന്നെ അത്യാവശ്യം ഹൈറ്റിലാണ്. ഇതുണ്ട്, ഇതാണ് പ്രതിമ. അതുകൊണ്ട് എന്നാ വലുതാന്ന് നോക്കി എടുത്തോ. എന്താ ഞാൻ പറഞ്ഞില്ല, ആ വിരലിൻ്റെ അത്രയും പോലും ഇല്ല നമ്മൾ. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ നമ്മൾ താഴത്തെ ക്യൂവിൻ്റെ കാര്യം ഓർത്തു. കാരണം അവിടെ പോയി കുറേ നേരം പിന്നെ നിൽക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് പിന്നെ പയ്യെ നമ്മളൊരു 4 മണി ആയെന്ന് തോന്നുന്നു. 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ പയ്യെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് പോയേക്കാന്നുള്ളൊരു പ്ലാനിലെത്തി. കാരണം നമുക്ക് 5:30 ട്രെയിനിന് തിരിച്ച് പോകണമല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ അന്ന് ട്രെയിനില്ല, തിരിച്ച് പിന്നെ ഇല്ല. പിന്നെ നമ്മളവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ അല്ലാതെ തിരുവനന്തപുരം വഴി ബസ്സിൽ വരേണ്ടി വരും കോട്ടയത്ത്. നമ്മളവിടുത്തെ തിരിച്ച് വന്നപ്പോൾ നമ്മളാ ഇഷ്ടപ്പെട്ട സ്പോട്ടിലൊക്കെ ഒന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങിപ്പോകും. അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞില്ല. ഇത് ഡിസംബർ 30-നായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉദ്ഘാടനം. അതായത് നമ്മുടെ 2024 ഡിസംബർ 30-ന് തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ ആണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചേക്കുന്നത്. എന്തായാലും നല്ല ഇന്ത്യയിൽ നല്ലൊരു ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ സ്പോട്ട്. കാരണം ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാരണം ഇന്ത്യയിലെ കടലിന് മേളിൽ കൂടെയുള്ള ഓരോ പ്രത്യേകത ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതിനേക്കാളും വലുതൊക്കെ വേറെ സ്ഥലങ്ങളിൽ പണിയും, അല്ലെങ്കിൽ അതൊക്കെ മാറി മറിഞ്ഞും വരും. എന്നാലും ആദ്യം പണിതെന്നുള്ള ഒരു എന്നാ പറയുന്നത്, ആ ഒരു അഭിമാനം എന്തായാലും കന്യാകുമാരിക്ക് ഉണ്ടാവും. അപ്പം നമ്മൾ തിരിച്ച് വന്നപ്പോഴും പാലത്തിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ തിരിച്ച് പോകും കേട്ടോ. ഇനിയിപ്പം താഴെ ചെന്നിട്ട് നമുക്ക് ക്യൂവിൽ നിൽക്കണം. അവിടെ എന്തായാലും ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ക്യൂവിൽ നിന്നാലേ നമുക്ക് വീണ്ടും ബോട്ടിൽ കയറാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴും അവിടുന്ന് സർവീസുണ്ട്. ഇപ്പോഴും ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ തുടക്കത്തിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് 8 മണി തൊട്ട് 4 മണി വരെ എന്നങ്ങാണ്ട് എഴുതിയിരിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവിടെ ടിക്കറ്റ് എടുത്ത് എല്ലാവർക്കും അത് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ പോലും ഡൗട്ടുണ്ടായി. ഇപ്പോൾ കറക്റ്റ് കാര്യം അറിയില്ല എന്നാൽ, കാരണം അതുപോലെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അത്രയും പേര് 4 മണിക്കുള്ളിൽ പാസ് ചെയ്ത് കണ്ട് തീരുമോ എന്നുള്ളത് കറക്റ്റ് അറിയില്ല. കാരണം അത്രയ്ക്ക് തിരക്കുണ്ട്. ഇവർ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്തത്ര തിരക്ക് ആൾക്കാർ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെ.
പിന്നെ നമ്മളിവിടെ ക്യൂവിൽ നിൽക്കുമ്പോൾ ഉള്ള കടലിൻ്റെ കാഴ്ചകളാട്ടോ അത്. തിരിച്ച് ക്യൂ നിൽക്കാൻ വേണ്ടി പ്രത്യേകം കയറൊക്കെ കെട്ടി സജ്ജീകരിച്ചൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് വല സൈഡിൽ ഇങ്ങനെ കടലിൻ്റെ കാഴ്ചകളും കണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഏതായാലും ഒരു മണിക്കൂർ നിൽക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് നിൽക്കുമ്പോൾ സമയം പോണത് അറിയില്ല. അവിടെ ആ ഫിറ്റ് പോലെ കിട്ടിയേക്കുന്നുണ്ടല്ലോ, അവിടെ വന്ന തിരമാല അടിക്കുമ്പോൾ നമുക്കിവിടെ നിൽക്കുന്നവരുടെ മേത്ത് വെള്ളം തെറിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു പവർ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ശക്തിയായിട്ടാണ് തിര വരുന്നതെന്ന്. പിന്നെ നമ്മൾ അപ്പുറം നിന്നിട്ട് നോക്കിയപ്പോഴായാലും ഇങ്ങനെ ഈ തിരയടിച്ച് ഇടിഞ്ഞ് കിടക്കുന്ന കുറേ ഫിറ്റിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പുറം കണ്ടായിരുന്നു. അപ്പം അത്ര ശക്തിയിലാണ് അവിടെ തിരയടിക്കുന്നത്. പിന്നെ നമ്മളത് ഫെറിയിൽ കയറി തിരിച്ചിവിടെ വന്നു കേട്ടോ. ഇവിടെ വന്നു, ഇവിടെ കുറച്ച് നേരം നമ്മൾ നിന്നു. ഇവിടെ ഈ പിള്ളേർക്ക് വേണ്ടിയുള്ള കുറേ ആക്ടിവിറ്റികളും കാര്യങ്ങളുണ്ട്. അതായത് ഈ റിമോട്ട് കാറില്ലേ, അതിൻ്റെ എന്തോ പരിപാടി കണ്ടില്ലേ, ആ കാറ് കണ്ടോ. അപ്പോൾ അത് അതിൻ്റെ ഒരാളുണ്ട്, പുള്ളി റിമോട്ടിൽ കൺട്രോൾ ചെയ്യും. ഒരു നിശ്ചിത ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരെ അതിലിരുത്തി ഇങ്ങനെ കൊണ്ടുപോകാം. ഇത് കണ്ടോ, നമ്മളിതിൻ്റെ കുറേ വീഡിയോ എടുത്തു. ഇതുപോലെ കുറേ വണ്ടികളുണ്ട് അവിടെ. പിന്നെ കുറേ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ, തുണിക്കച്ചവടം, പിന്നെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കാണിച്ച സ്നാക്സിൻ്റെ പരിപാടി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മൾ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ നമ്മുടെ ട്രെയിനിൽ കയറാനുള്ള സമയമായി. കാരണം ഇവിടുന്ന് ഒരു കിലോമീറ്റർ കൂടി നടക്കണം ഇനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു സ്ഥലമായിട്ട് കാണാം. ഓക്കെ.